ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് ടേസ്റ്റി ആയിട്ട് വെക്കാൻ പറ്റുന്ന ഒരു മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരാം. അതിനായിട്ട് ആദ്യം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മാങ്ങ നല്ലതുപോലെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് അരമണിക്കൂറത്തേക്ക് നമുക്ക് മാങ്ങ മാറ്റി വെച്ചേക്കാം. പിന്നീട് നമ്മൾ അച്ചാറിന് നല്ലെണ്ണയാണ് കൂടുതലും യൂസ് ചെയ്യുന്നത്. ആദ്യം നല്ലെണ്ണ ഒഴിച്ചൊന്ന് ചൂടായി വന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് വറുത്ത് പൊട്ടിക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് അതിനകത്തേക്ക് വെളുത്തുള്ളി, പച്ചമുളക്, 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ലപോലെ ഒരു ബ്രൗൺ കളറാക്കി എടുക്കുക. ഒന്ന് ബ്രൗൺ കളറായി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായിട്ട് ആദ്യം മഞ്ഞൾപ്പൊടി, അതിനകത്തേക്ക് മുളക് പൊടി, പിന്നെ നമ്മൾ കളറിന് വേണ്ടിയിട്ട് അതിനകത്തേക്ക് കാശ്മീരി പൗഡർ ആഡ് ചെയ്യുന്നു. പിന്നീട് ഉലുവാപ്പൊടിയും കായപ്പൊടിയും കൂടി പൊടിച്ചത് അതിനകത്തേക്ക് ആഡ് ചെയ്തെടുക്കുന്നു. ഇതെല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ മസാലയെല്ലാം ഒന്ന് ചാറാക്കി എടുക്കുക. അതിലേക്ക് പിന്നീട് നമ്മൾ കുറച്ച് വിനാഗിരി ആഡ് ചെയ്തെടുക്കുന്നുണ്ട്. വിനാഗിരിയും കൂടി ആഡ് ചെയ്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നേരത്തെ അരമണിക്കൂർ മുന്നേ ഉപ്പിട്ട് വെച്ചിരുന്ന മാങ്ങ നമുക്ക് ഈ മസാലയ്ക്കകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. മസാലയ്ക്കകത്ത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴട്ടിയെടുക്കുക. നല്ലതുപോലെ ആ ഉപ്പെല്ലാം മാങ്ങയ്ക്കകത്തൊന്ന് പിടിപ്പിച്ച് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും നമ്മൾ ആ മാങ്ങാച്ചാർ റെഡിയായി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യുക.